Welcome back to another episode. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് നമ്മളെ ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഈസ്റ്റർ ഒക്കെ ഉണ്ടാക്കാൻ പോവാണേ. കുട്ടികൾക്കും കൂടെ വേണം. നമ്മളെപ്പോഴും അഡൽസിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്ന സാധനങ്ങളല്ല, പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഈസ്റ്റർ ഒക്കെ ഉണ്ടാക്കും. ഈസ്റ്റർ ഒക്കെ ആയിട്ടല്ലേ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈസ്റ്റർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അധികം സാധനമൊന്നും വേണ്ടതേ. നമ്മൾ മാഷ്മെലോസ് എടുത്തിട്ടുണ്ട്. മാഷ്മെലോസും റൈസ് ക്രിസ്പീസും പിന്നെ ഇച്ചിരി വനില എസൻസും ബട്ടറും, ഇത്രയും സാധനം മാത്രം ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊരു പ്രോജക്റ്റ് ആയിക്കോട്ടെ. സോ അധികം അതിലേക്ക് കുറച്ച് ബട്ടർ ഇടാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യത്തിനൊക്കെ ഇടാൻ ഉണ്ടാക്കുമ്പോൾ ഇതിന് പ്രത്യേക കണക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിലോട്ട് മാഷ്മെലോസ് ഇടാൻ പോവാണേ. മാഷ്മെലോ ഇങ്ങനെ അടുപ്പിൽ നമ്മൾ കമ്പിയെ കുത്തിയിട്ട് അടുപ്പിൽ വെച്ച് ചുട്ടെടുത്തിട്ട് നമ്മുടെ കുക്കീസിൻ്റെ അകത്തൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. 2 കുക്കീസിൻ്റെ ഇടയ്ക്കോട്ട് ഒരു മാഷ്മെലോസ് വെച്ചത് ഇവിടെ ചുട്ട് എടുത്ത് സാൻഡ്വിച്ച് പോലെ കഴിക്കും. കണ്ടോ കുഴിക്കുഴയുന്ന കണ്ടോ? എന്നിട്ട് മെൽറ്റ് ആയില്ലേ? ഈ മെൽറ്റ് ആയതിലോട്ട് റൈസ് ക്രിസ്പീസ്, ഇത് നമ്മുടെ സീരിയൽ പോലെ കഴിക്കുന്നതാണ്. പഫ് ചെയ്ത റൈസാണ്. ഇതിടാൻ പോയത് കേട്ടോ. ഇതിൽ 6 കപ്പുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് ഇപ്പം ഞാൻ മെൽറ്റ് ആയി കഴിഞ്ഞപ്പോൾ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇത് തീ ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് ഇനിയും പൊരിഞ്ഞു പോയി കിടന്നിട്ട് തീ ഓഫ് ചെയ്ത് നല്ല ചൂടിൽ നിൽക്കുമല്ലേ. അപ്പോൾ ആ ചൂടത്ത് വെച്ച് തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കും. ഇതിൻ്റെ അത് ഇച്ചിരിയും കൂടി ഇട്ടു. കാര്യം എനിക്ക് തോന്നിച്ച് മാഷ്മെലോസും കൂടി വേണമെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി കൂടി ഇട്ടു. അതുകൂടെ ഒന്ന് മെൽറ്റ് ആവണം. അതിലേക്ക് ഇച്ചിരി വനില എസൻസ് ഒഴിക്കുകയാണ്. വനില എക്സ്ട്രാക്ട് എനിക്ക് ഇഷ്ടമുണ്ട് ഒഴിച്ചാൽ ഞാൻ ഇച്ചിരി ഫ്ലേവർ ഒഴിക്കുന്നുണ്ട്. അതേ ഉള്ളൂ, സിമ്പിളാണ്. ഉരുക്കുക, എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ വേണോ നമ്മളെ? വേണോ? അല്ലേ, ഇത് കണ്ടോ? നിങ്ങൾ യൂഷ്വലി ആദ്യം ഇച്ചിരി ഏറെ അങ്ങ് ഇടണം. ഞാൻ ഇച്ചിരി കുറച്ചായിപ്പോയി ഇട്ടത് മാഷ്മെലോസ്. അതുകൊണ്ടാണ് രണ്ടാമതൊന്നും കൂടെ ഇട്ടത്. ഇവിടെ മെൽറ്റാക്കി എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് അപ്പോൾ എല്ലാം മെൽറ്റായി. മാഷ്മെലോസ് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ മാറ്റുകയാണ്. അടുപ്പിൽ മാറ്റിയിട്ട് ചെറിയ ചൂടോടെ തന്നെ ഇത് ഷേപ്പ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് റൈസ് ക്രിസ്പി സ്ക്വയർ ആക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ സ്ക്വയർ ആക്കി പാത്രത്തിൽ ഇട്ട് സ്ക്വയർ ഷേപ്പ് അങ്ങ് ആക്കിയത്. ഞങ്ങൾക്കിപ്പോൾ സ്ക്വയർ അല്ല ആക്കുന്നത്. ഞങ്ങൾ ഈസ്റ്റർ എഗ് ഉണ്ടാക്കാൻ പോവാണ്ട. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുക. ചെറുതായിട്ടൊന്ന് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ അത് ഷേപ്പ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തണുച്ചൂടല്ല, ചെറിയ ഇളം തണുത്ത് പിടിക്കണം. ചിക്കൻ മെൽറ്റായി എന്നിട്ട് ഷേപ്പ് ചെയ്യാം. അല്ല, കൈ കൊണ്ടോ നിങ്ങൾ കോഴി ഇച്ചിരി എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ചുമ്മാ നമ്മൾ റോൾ ചെയ്ത് എടുക്കുവാണ് ഒരു എഗ്ഗിൻ്റെ ഷേപ്പിൽ. ഞാൻ ഇത് മൊത്തം പിടിച്ചതിന് ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അത് കഴിയുമ്പോൾ പല സൈസിലും വലുപ്പത്തിലും സൈസും വലുപ്പവും സെയിം അല്ല. ബാക്കിയുള്ളതേ ഇതിലേക്ക് ഈ ട്രെയിനിലേക്ക് അങ്ങ് മാറ്റിയിട്ട് അത് ഫ്ലാറ്റ് ആക്കാൻ പോവാണേ. ഫ്ലാറ്റ് ആക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം പിള്ളേർ കട്ട് ചെയ്ത് സ്ക്വയറായിട്ട് കൊടുക്കാൻ ഞാൻ സ്ക്വയറാക്കി മുറിച്ചെടുക്കാം. ഇത് കണ്ടോ, ഡിഫറെൻറ്റ് കളർ സ്പ്രിങ്കിൾസ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ എഗ്ഗിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പോയി. ഇത് വെച്ചിട്ട് ഈസ്റ്റർ എഗ്സ് ആക്കാൻ പോവാണ്. അപ്പോൾ ഈ റൈസ് ക്രിസ്പി എല്ലാം ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ ഓരോന്നിൽ ഡിപ്പ് ചെയ്തെടുക്കും. ഇതിലേക്ക് കംപ്ലീറ്റ് കവർ ചെയ്യും. കംപ്ലീറ്റ് കവർ ചെയ്തു. അങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് കിട്ടില്ല. അപ്പം ചെറിയ ചൂടോടെ തന്നെ ചെയ്യണം. അന്നേരം അതിന് പ്രസ് ആയിക്കോളുമേ. അതേ അവിടെ വെച്ചു കണ്ടില്ലേ. ഇനി വേറൊന്നും നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യുന്നത്? ഇത് ഇങ്ങനെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഏതെങ്കിലുമൊക്കെ കളറിൽ ഡിപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഫുഡ് കളറൊന്നും ചെയ്യുന്നില്ല. Out.
making mine hectic for painful. Come on, come on. And my I think I should make everything Yeah. have a jelly. Last is vinyl cream. അതൊരു ഗ്രീനാണ്. ഞങ്ങൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഷേപ്പ് ചെയ്തു, സ്റ്റൈലൊക്കെ ആക്കി കഴിഞ്ഞ് നമ്മൾ കഴിച്ചത് ഇഷ്ടമുള്ള സമയത്ത് കഴിച്ച് നോക്കിക്കേ. കൊള്ളാമോ നോക്കിക്കേ. ഏതാ വേണ്ടേ? ടേസ്റ്റ് ചെയ്യണേ. ഫേവറേറ്റ് കളർ ഏതാ? ഫേവറേറ്റ് കളർ ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ. സ്ക്വയർ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിപ്പോൾ ഷേപ്പ് ചെയ്യുന്നുള്ളൂ. ഇത് കണ്ടോ, ഇത് ഷേപ്പ് ചെയ്തു. ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഡ്രൈ ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്ത് വെച്ച് സ്നാക്കായിട്ട് കുട്ടികൾക്ക് കൊടുത്തുവിടാം. അതിൻ്റെ എഗ്ഗ് ആക്കി ഡെക്കറേറ്റും ചെയ്തു. അങ്ങനെ ഈസ്റ്റർ എഗ്ഗ് ഉണ്ടാക്കി നോക്കുക. പിള്ളേരെയും കൊണ്ട് ചെയ്യിപ്പിക്കുക, അവർക്ക് ഇഷ്ടപ്പെടും. അപ്പം ഈ പ്രാവശ്യം ഈസ്റ്ററിന് നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടുമല്ലോ, ഗെറ്റ് ടുഗെദറൊക്കെ വരുമല്ലോ. അപ്പോൾ അന്നേരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവരും ഒരുമിച്ച് ചെയ്യുക. നല്ലൊരു ഫൺ ആക്ടിവിറ്റിയാണ് ഇത് ചെയ്യാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഇഷ്ടമാവുക ചെയ്യാനായിട്ട്. അപ്പോൾ വേറൊരു റെസിപ്പിയുമായിട്ട് വരാം. ചെറുതൻ പറയും.